നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു വീട്ടമ്മയുടെ സമാനതകളില്ലാത്ത കാർഷിക വിജയത്തിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം ക്യാമറ മിഴി തുറക്കുന്നത്. കൊല്ലത്ത് പൂതക്കുളം പഞ്ചായത്തിൽ തൊടിയിൽ ഫാം ഹൗസിൽ നീതു, കൊമേഴ്സ് ബിരുദധാരി, പിന്നീട് പഞ്ചായത്ത് അംഗം, ഒടുവിൽ 50ഓളം പൈക്കളുടെ ഫാം ഹൗസിൻ്റെ നായിക. സമാനതകളില്ലാത്ത ഈ കാർഷിക വിജയവുമായി ഇന്ന് ഹരിതസുന്ദരം യാത്ര പോകുന്നു. കാണാം ഹരിതം സുന്ദരം. ഒരു വീട്ടമ്മയുടെ സമാനതകളില്ലാത്ത കൃഷി വിജയമാണ് ഇന്ന് ഹരിതസുന്ദരം കഥ പറയാൻ തിരഞ്ഞെടുത്തത്. കൊല്ലത്ത് പുത്തൻകുളത്ത് തൊടിയിൽ ഫാം ഹൗസിൽ നീതു, കൊമേഴ്സ് ബിരുദധാരിയും തുടർന്ന് പഞ്ചായത്ത് അംഗവും ഒടുവിൽ 50ഓളം പൈക്കളുള്ള വലിയ ഫാം ഹൗസിൻ്റെ നായികയുമായി മാറിയ നീതുവിൻ്റെ കഥയുമായി ഞങ്ങളുടെ ക്യാമറ മിഴി തുറന്നു. കൊല്ലത്തെ പൂതക്കുളം പഞ്ചായത്ത് ഒരു വയലോര ഗ്രാമമാണ്. പൂതക്കുളത്തിൻ്റെ കാർഷിക കേന്ദ്രമാണ് പുത്തൻകുളം, ചരിത്രപ്രസിദ്ധമായ സ്ഥലം. പുത്തൻകുളത്താണ് തൊടിയിൽ ഫാം ഹൗസിൻ്റെ കേന്ദ്രം. നീതുവാണ് ഈ ഫാം ഹൗസിലെ നായിക. ഏതാണ്ട് 50ഓളം വരുന്ന വിശാലമായ ഗോവൃന്ദം, കൂട്ടിന് ഒരു മഹിഷം, ഏതാണ്ട് 1/2 ഡസനോളം വരുന്ന ശ്വാനന്മാർ, വലിയ രീതിയിലുള്ള കൃഷി, ഇവയെല്ലാം ചേർന്ന 70mm ക്യാൻവാസിലേക്കാണ് ഞങ്ങൾ യാത്രയായത്. ഓരോന്നും കാണുക പ്രത്യേകം ഇമ്പം നൽകുന്ന കാഴ്ചകളാണ്. പ്രത്യേകിച്ചും പുത്തൻകുളത്തെ വലിയ വയലോരത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നയന മനോഹരമായ വിരുന്ന്. പൈക്കൾക്കായി വിശാലമായ പുൽത്തോട്ടം തന്നെയാണ് ഫാം ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത്. ഒക്കെയും ഹൈബ്രിഡ് നേപ്പിയർ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പുൽത്തോട്ടത്തിൽ ഹൈബ്രിഡ് നേപ്പിയർ ഓരോ 45-ാം പക്കവും വിളവെടുക്കാം. പൈയൊന്നിന് 50 സെന്റ് എന്ന കണക്കിലാണ് കൃഷി ചെയ്യേണ്ടത്. ലാഭകരമായ ഫാമിങ്ങിന് പൈയൊന്നിന് 10 സെന്റ് എന്ന രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത്. മകൻ അമിലിനാണ് പുൽത്തോട്ടത്തിന്റെ ചുമതല. പഠനം കഴിഞ്ഞ് പുൽത്തോട്ടത്തിൽ നിന്ന് പുൽവെട്ടി അത് ഫാമിലെത്തിക്കും. പുൽവണ്ടി വരുന്നതോടെ പൈക്കൾ ഉത്സാഹഭരിതരാകും. പിന്നെ ഓരോരുത്തർക്കും തരാതരം പോലെ പുൽസദ്യ. പാൽ വിപണനം കുറേയൊക്കെ പ്രാദേശികമാണ്. പ്രാദേശികമായി പാൽ നൽകിയാലേ നല്ല വില കിട്ടും. 1/2 ലിറ്റർ, 1 ലിറ്റർ, 1.5 ലിറ്റർ, 2 ലിറ്റർ എന്ന രീതിയിൽ ഓരോ വീട്ടുകാരും നേരിട്ട് ഫാമിലെത്തി പാൽ ശേഖരിക്കുന്നതാണ് രീതി. അവർക്കെല്ലാം തത്സമയം പാൽ നൽകുവാൻ നീതു തയ്യാർ. പണം രൊക്കം കിട്ടും എന്നതാണ് പ്രാദേശിക വിപണനത്തിന്റെ പ്രത്യേകത. അധികം വരുന്ന പാൽ പൂർണ്ണമായും സംഘത്തിനാണ്. പ്ലാവിൻമൂട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാൽ നൽകുന്നതോടെ ക്ഷീരസബരിയുടെ വലിയൊരു അധ്യായമാണ് പൂർത്തിയാകുക. ആപ്കോസ് എന്ന മിൽമ പ്രസ്ഥാനം തിരിച്ചും കർഷകർക്ക് ധാരാളം സഹായങ്ങൾ നൽകുന്നുണ്ട്. എണ്ണമറ്റ സഹായങ്ങളിലൂടെ കർഷകരെ പിടിച്ചു നിർത്തുവാനാണ് മിൽമ എന്നും ശ്രമിക്കുന്നതെന്ന് സംഘം പ്രസിഡന്റ് പറഞ്ഞു. പൂതക്കുളം പഞ്ചായത്തിൽ പുത്തൻകുളം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൊടിയിൽ ഫാം, ഈ ഫാമിൽ ഏകദേശം 50-ൽ പരം കറവ പശുക്കളുണ്ട്. ഈ ഫാമിൽ കറക്കുന്ന പാലിന് മൊത്തവും ഞങ്ങളുടെ പ്ലാവിൻമൂട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനാണ് നൽകുന്നത്. പാലിന് ശരാശരി 38 രൂപ വീതം നല്ല വില വീഴുന്നുണ്ട്. നല്ല കൊഴുപ്പും നല്ല റീഡിങ്ങൊക്കെ ഉള്ള പാലാണ് അവർ സംഘത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ 38 രൂപയ്ക്ക് പുറമേ തന്നെ ത്രിതല പഞ്ചായത്ത് കൊടുക്കുന്ന 1 ലിറ്റർ പാലിന് 4 രൂപ എന്നുള്ള ക്രമത്തിൽ അവർക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മിൽമ വേനൽക്കാല ഇൻസെൻറ്റീവ് 1 ലിറ്ററിന് 3 രൂപ അത് ഈ കൃത്യമായി സംഘം വഴി നൽകുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ അവിടെ ലോക്കൽ സൈഡിൽ വിൽക്കുന്ന പാലിന് ആനുപാതികമായിട്ട് 1 ലിറ്ററിന് ഏകദേശം 1 രൂപയോളം തന്നെ സംഘം നൽകുന്നുണ്ട്. അങ്ങനെ വിവിധപരമായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തീറ്റപ്പുൽ കൃഷി, അതിന് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം നൽകുന്ന സബ്സിഡി അത് കൃത്യമായി വാങ്ങി നൽകാറുണ്ട്. അതുപോലെ കറവയന്ത്രത്തിന് സബ്സിഡി കൊടുക്കാറുണ്ട്. ആ കറവയന്ത്രം വാങ്ങി സബ്സിഡി നിരക്കി കൊടുക്കാറുണ്ട്. അതുപോലെ മാറ്റ്, പശുവിനെ കിടത്തുന്നതിനാവശ്യമായ മാറ്റുകൾ സബ്സിഡി നിരക്കിൽ വാങ്ങിച്ച് നൽകാറുണ്ട്. അതുപോലെ ഓണം വരുമ്പോൾ കഴിഞ്ഞ അങ്ങേ വർഷം 2015-16 ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്കടുത്ത് ബോണസ് വാങ്ങിയ ഫാമാണിത്. സംഘം 1 ലക്ഷം രൂപ അവർക്ക് 85,000-ൽ പരം രൂപ ബോണസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കാലാകാലങ്ങളിൽ ക്ഷീരവികസന വകുപ്പിൽ നിന്നും അതുപോലെ മിൽമയിൽ നിന്നുമൊക്കെ കിട്ടുന്ന വ്യത്യസ്തമായ കർഷകർക്ക് സഹായിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സംഘം വഴി നേടിയെടുക്കാൻ ഈ ഫാമിന് കഴിഞ്ഞിട്ടുണ്ട്. പൈക്കൾക്ക് കൂട്ടിനായി മലബാറി ആടുകളുണ്ട്. മലബാറി ആടെന്നാൽ കേരളത്തിൻ്റെ സ്വന്തം ഇനമാണ്.
അറേബ്യൻ വ്യാപാരികൾ ബിസിനസ്സിനായി കൊണ്ടുവന്ന ആടുകൾ നമ്മുടെ നാടനാടുകളുമായി ഇണചേർന്നുണ്ടായതാണ് മലബാറി. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികളെ കിട്ടും എന്ന മെച്ചമാണ് മലബാറിക്കുള്ളത്. മലബാറി ആടുകൾക്കായി തൊടിയിൽ തറയിൽ നിന്നും ഉയരത്തിൽ തടിക്കൂടുകളാണ് പണിഞ്ഞിരിക്കുന്നത്. മേൽക്കൂരയായി ഓടുകൾ. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാൻ ആസ്ട്രേലിയക്കാരൻ യമു പക്ഷിയുണ്ട്. പരിണാമശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും അത്ഭുതമാണ് യമു പക്ഷി. പിറവി മുതൽ ഇന്നേ വരെ യാതൊരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നവർ. സ്വന്തം ഭാരം താങ്ങുന്നത് 3 കാലുകളിലാണ്. 2ാം വർഷമെത്തുന്നതോടെ വളർച്ചയിൽ ഒരു ചെറു പോത്തിന് സമം. രുചികരമാണ് യമു ഇറച്ചി. പൂവന്റെ മുതുകിലടിയുന്ന കൊഴുപ്പിൽ നിന്നാണ് യമു എണ്ണ ഉണ്ടാക്കുന്നത്. വിശ്വസുന്ദരിമാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം യമു എണ്ണയാണെന്ന് പറയാതെ വയ്യ. തൊടിയിൽ ഫാംസിന്റെ എല്ലാമായ നീതു നമ്മോടൊപ്പം ഉണ്ട്. നീതുവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം നീതു. നമസ്കാരം ഡോക്ടർ. നീതു ഈ ഒരു കൊമേഴ്സൊക്കെ പഠിച്ച് പ്രത്യേകിച്ചും കലാലയത്തിലൊക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിനി ക്രമേണ വീട്ടമ്മയാവുന്നു, പിന്നെ പഞ്ചായത്ത് അംഗമാവുന്നു. അതിനുശേഷം വലിയൊരു ഫാം ഹൗസിൻ്റെ നായികയായി മാറുന്നത് വളരെ അപൂർവം ചില വീട്ടമ്മമാരെ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതിൽ നീതുവിൻ്റെ മറ്റു കൂട്ടുകാരികൾ ഇപ്പോൾ എന്തു പറയും? എനിക്ക് ഇതൊരു അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. കാര്യം ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ ഒത്തിരി അംഗീകാരങ്ങൾ. കാര്യം ഇപ്പം ഡോക്ടറെ പോലുള്ളൊരു വ്യക്തിയായാലും നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് മിൽമയിൽ നമ്മൾ പാലൊഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്ത് ആനന്ദ് എന്ന് പറയുന്നൊരു സംഘം നമുക്ക് സന്ദർശിക്കാൻ പറ്റി. അത് ഈ കർഷക എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ആരായിരുന്നു അത് ആ ഒരു ഓഫർ തന്നെ? എനിക്ക് ഇവിടെ മിൽമയിലെ സാമുൽ ഡോക്ടറാണ് എന്നെ വിളിച്ചത്. എനിക്ക് ഇങ്ങനെ നീതുവിനെ, അതായത് 10 പേര് ജില്ല ബേസ് ചെയ്ത്, തിരുവനന്തപുരം റീജിയണൽ ബേസ് ചെയ്ത് 4 ജില്ലയിൽ നിന്ന് 40 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് 10-ൽ ഒരെണ്ണം എനിക്കായിരുന്നു സെലക്ഷൻ കിട്ടിയത്. എന്നിട്ട് പോയോ അവിടെ? പോയായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു നല്ലൊരു സംഘം സന്ദർശിക്കാനായിട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പം പോയപ്പോഴത്തേക്കും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലിൽ വെള്ളം ചേർത്ത് കൊണ്ടു കൊടുക്കുന്ന ആളിനെ അവിടെ ലുക്കൗട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ട് പിന്നെ വേറെ ഒരു സംഘത്തിൽ ഒഴിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഒരു അത്രയും വലിയ ശിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും ശരി. അപ്പം നല്ല രീതിയിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ലാഭം അവരെല്ലാം ഷെയർ ചെയ്ത് കർഷകർക്കാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറേ നമുക്ക് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. പിന്നെ എന്നെ മാട്ടുപ്പെട്ടി ഫാമിൽ എനിക്ക് പോകാൻ പറ്റിയായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് കരുതുന്നത്. കാര്യം അംഗീകാരമാണ് അത്. അപ്പോൾ ഒത്തിരി കർഷകരെ നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റി. ഇപ്പം നമ്മൾ പോയതിൽ ഒരുപാട് പേര് ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ നല്ല സഹകരണമാണ്. ഒരുപാട് സംഘം പ്രസിഡന്റുമാരുമായിട്ട് പരിചയപ്പെട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലയാണ് ഞങ്ങൾ പോയത്. അലങ്കാരത്തിനായി ബഡ്ജീസ് പക്ഷികളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് നീതു. അവർക്കായി പ്രത്യേകം കൂടുകളും ഒരുങ്ങിയിരിക്കുന്നു. നീലയും പച്ചയുമൊക്കെയായുള്ള സാധാരണ മാതൃകകൾക്ക് പുറമേ ജനിതക വ്യതിയാനത്തിലൂടെ സംഭവിച്ച ലൂട്ടിനോ പക്ഷികളും കൂട്ടത്തിലുണ്ട്. അവർക്ക് തിന തന്നെ മുഖ്യ ആഹാരം. വാത്തകൾ കാവൽ പക്ഷികളായി കൂട്ടിനുണ്ട്. തൊടിയിൽ ഫാമിൽ ഒരു ചെറുനായുടെ പ്രയോജനം ചെയ്ത് അവർ എങ്ങും വിലസും. 1 ഡസനോളം വരുന്ന വാത്തകൾ കണ്ണിന് അഴക് തന്നെ. കണ്ണിന് ചുറ്റും മഞ്ചാടിമണികൾ അടുക്കിവെച്ച അഴകുമായി അവർ ധാന്യമണികൾ കൊത്തിപ്പറക്കി എങ്ങും നടക്കും. ഒരു ജോഡി വാത്തപ്പക്ഷികൾക്ക് വിപണിയിൽ 1500-ന് മുകളിൽ വിലയുണ്ടത്രേ. അതും മറ്റൊരു വരുമാനമാണ്. ഒറ്റയ്ക്കുള്ള ഫാം സൗകര്യയിൽ നീതുവിന് എന്നും കൂട്ടാവുന്നത് നായ്ക്കളാണ്. നായ്ക്കൾ സ്നേഹമുള്ള കൂട്ടുകാരാണ്. വന്നത് സെന്റ് ബെർണാർഡ് എന്ന വിദേശ ഇനം തന്നെ. മഞ്ഞുമലകളിൽ അതിസാഹസികമായി പർവ്വതാരോഹകരെ രക്ഷപ്പെടുത്തുന്ന നായയാണ് സെന്റ് ബെർണാർഡ്. ഒട്ടേറെ മഹിമകൾ അവനുണ്ട്. വലിയ പർവ്വതനിരകളിൽ കഴുത്തിൽ വീഞ്ഞു തൂക്കിയ പാത്രവുമായി നടക്കുന്ന സെന്റ് ബെർണാർഡ് ഒരഴക് തന്നെ. പല വിമാന കമ്പനികളും യാത്രാ ഇളവുകൾ അനുവദിച്ച ഒരേ ഒരു നായയും സെന്റ് ബെർണാർഡ് തന്നെ. സെന്റ് ബെർണാർഡ് വന്നിട്ട് 3 വർഷമായി. ഫാമിന്റെ മുഴുവൻ കാവലും അവൻ തന്നെ ഏറ്റെടുത്തു. ബെർണാർഡിന് കൂട്ടായി ജർമ്മൻകാരൻ റോഡ്വീലറുണ്ട്. ജർമ്മനിയിലെ മറ്റ് മികച്ച നായയായ ഡോബർമാനുമുണ്ട്. റോഡ്വീലർ രൗദ്രം കൊണ്ട് പ്രസിദ്ധനാണെങ്കിൽ ഡോബർമാനിൽ ചീത്ത നായ്ക്കളില്ല, ചീത്ത യജമാനന്മാരേ ഉള്ളൂ എന്നാണ് സംസാരം. പ്രത്യേകിച്ചും പൈക്കളുടെയൊക്കെ ഒരു ഫാം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ആരോഗ്യം ഡോക്ടർ ആരോഗ്യം എന്നെ കണ്ട ആരോഗ്യം കുഴപ്പമില്ല. അപ്പോഴേ തീർച്ചയായിട്ടും ഞങ്ങൾ 3 മണിക്കാണ് ഞങ്ങളുടെ
ഇതില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വന്ന് കിടക്കുമ്പോൾ നല്ല സംതൃപ്തിയോടുള്ളൊരു ഉറക്കം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നു. പിന്നെ ദൈവം സഹായിച്ച് ഇപ്പോഴും വേറെ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പിന്നെ എൻ്റെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ വീട്ടിലൊക്കെ പശുവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ അമ്മാമ്മയൊക്കെ മുമ്പ് വല്ലത്തിൽ പോച്ച ചേർത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് തലേ ചുമടായിട്ട് വയലിൽ നിന്ന് കഴുകി കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെയും പശുക്കളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പം 5 പശു വെച്ചാൽ തുടങ്ങുന്നത്. പിന്നെ നമുക്ക് ക്ഷീരവികസന ബോർഡിൽ നിന്ന് ഒരു 10 പശുവിനെ 13-14 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുണ്ടറയുള്ളൊരു അനസ് എന്ന് പറയുന്നൊരു പാർട്ടി നല്ല രീതിയിൽ പശുക്കളെയൊക്കെ ഇച്ചിരി കടമൊക്കെ ആയാലും നമുക്ക് തന്ന് അങ്ങനെയൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ ഇത്രയും പശുക്കൾ ഇപ്പോൾ ഏകദേശം 50ഓളം പൈക്കളുണ്ട്. അതിൽ ഏകദേശം പകുതിയോളം തന്നെ കറവയിലുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു നല്ല ലാഭവും അതോടൊപ്പം ഈ ഫാം നടത്തിക്കൊണ്ടു പോകുന്നുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ഡോക്ടർ. അല്ല, അപ്പോൾ മറ്റേതെങ്കിലും ജോലിക്ക് പോകുന്നതിനോടൊപ്പം തന്നെ അതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു തൊഴിലായി ഇത് മാറ്റാൻ പറ്റും. അത് നമ്മൾ പക്ഷേ ഇത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൂടെ താല്പര്യം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കൂടെ കാര്യം നമ്മളിപ്പോൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലാഭം പ്രതീക്ഷിക്കട്ടെ. കാര്യം അങ്ങനെ ഒരു ഇതല്ല. ഇപ്പം നമ്മളും കൂടെ എത്രത്തോളം എഫർട്ട് എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നുള്ളൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം വീട്ടമ്മമാർ കേരളത്തിലുണ്ടാവും. അവർക്കെല്ലാം വലിയ താല്പര്യം ഉണ്ടാവും നീതുവിൻ്റെ പാത പിന്തുടരാൻ, അല്ലെങ്കിൽ നീതു എന്താ ചെയ്യുന്നതെന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. നീതു രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നവരെയുള്ള ചെറിയൊരു പ്രവർത്തനം ഒന്ന് വിശദീകരിക്കും. ഇത് രാവിലെ 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ചാണകം വാരി ഇത് വളക്കുഴി കൊണ്ടിട്ടിട്ട്, അപ്പം ഞാൻ ഒന്നുകിൽ ഇങ്ങനെ ചാണകം വാരി കൂട്ടി വയ്ക്കുമ്പോഴത്തേക്ക് കൂടെ ഉള്ള ഒരു പയ്യനുണ്ട്. അപ്പോൾ അത് വന്ന് ചാണകമെല്ലാം അറവാനയിൽ കോരി വളക്കുഴിയിലിടുകയും പിന്നെ അതിനുശേഷം ഓസിട്ട് അടിച്ച് ഞാൻ നനച്ചു കൊടുക്കും. അപ്പോഴത് കറവ തുടങ്ങും ഒരറ്റത്ത് നിന്ന്. അപ്പം കറവ തുടങ്ങും. പിന്നെ എൻ്റെ അച്ഛനും കൂടെയൊക്കെയാണ് രാവിലെ കൂടെ വരെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഉള്ള സമയം എന്ന് പറയുമ്പോൾ 3 മണി സമയമാകുന്നത് കൊണ്ട് ഉറക്കം എണീക്കും. അലാറം വെച്ചിട്ടാണ് എണീക്കുന്നത്. കിടക്കുന്ന ഒരു 9-9:30 മണി. ചില ദിവസം ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നേരത്തേക്ക് ഞാൻ കിടക്കും. പിന്നെ ഇത് കുറച്ച് വീടുകളുണ്ട്. വീടുകളിൽ പാൽ നമ്മൾ എത്തിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബാലൻസ് നമ്മൾ അങ്ങ് സംഘത്തിലാണ് ഒഴിക്കുന്നത്. പ്ലാവമുണ്ട് ക്ഷീര സംഘത്തിലാണ് പാൽ അളക്കുന്നത്. എത്ര മണി വരെ ഉണ്ടാവും ഫാം? ഇത് രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 8-8:30 മണിയാകുമ്പോൾ പിന്നെ പൈക്കളെ നമ്മൾ വയലിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇറക്കിയതിന് ശേഷം എരുത്തിലും എല്ലാം നനച്ച് അതെല്ലാം അങ്ങ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം 12:30 മണിയാകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും തുടങ്ങും. പിന്നെ അതിനിടയ്ക്ക് വെച്ച് അമ്മ പുല്ലൊക്കെ അരിഞ്ഞ് തരും. എൻ്റെ അമ്മയെ കൊണ്ട് നല്ല സഹായമാണ് എനിക്ക്. അപ്പോഴങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒരു ഏകദേശം ഇവിടെ നമ്മളൊരു 6-6:30 മണി വരെയുള്ള ജോലിയുണ്ട്. പൊടിയിൽ ഫാം ഹൗസിന് എല്ലാവിധ സാങ്കേതിക സഹായങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ് രംഗത്തുണ്ട്. കന്നുകുട്ടികൾക്കുള്ള തീറ്റ, ചികിത്സ, സാംക്രമിക രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ഇവയുടെയൊക്കെ ചുമതല പുത്തൻകുളം മൃഗാശുപത്രിക്കാണ്. അവയൊക്കെ കൃത്യമായി നിർവഹിക്കുവാൻ വെറ്ററിനറി സർജന്റെ ഫാം സന്ദർശനം പതിവാണ്. സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ നീതുവിൻ്റെയും ബൈജുവിൻ്റെയും ഫാമിൽ പിറന്ന് വീഴുന്ന പൈക്കിടാങ്ങൾക്ക് സൗജന്യ നിരക്കിൽ കാലിത്തീറ്റ വിതരണവും സൗജന്യ ഇൻഷുറൻസും കൊടുക്കാറുണ്ട്. കൃത്യമായ ബീജമാത്രകൾ കൃത്യമായ സമയത്ത് പ്രത്യുൽപാദനത്തിന് വേണ്ടി സൗജന്യമായി മൃഗാശുപത്രിയിൽ നിന്നും ലഭ്യമാക്കുന്നുണ്ട്. മൃഗചികിത്സ പൂർണ്ണമായും മൃഗാശുപത്രിയിൽ നിന്നുള്ള ചികിത്സയ്ക്ക് ഇവർ അർഹരാണ്. ഞങ്ങൾ അതിനുള്ള എല്ലാ സഹായവും ഇവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. കൂടാതെ കാലാകാലങ്ങളിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത് ഈ ഫാം പ്രൊട്ടക്റ്റഡ് ആക്കി. നമ്മൾ സാധാരണ ചെയ്യുന്നത് കുളമ്പ് രോഗത്തിനെതിരെയുള്ളതാണ് ഒന്ന്. പിന്നെ ഹിമറാജിക് സെപ്റ്റിസീമിയ അതുപോലുള്ള വൈറൽ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കാറുണ്ട്. വയൽക്കരയിലുള്ള ഫാമിൽ ക്ഷീരസൗകര്യയുടെ മുന്നേറ്റങ്ങൾ നടത്തുന്ന തനിക്ക് എന്നും കൂട്ട് തൻ്റെ ആത്മബലം തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നീതു. ഒപ്പം കുടുംബാംഗങ്ങളുടെ എല്ലാവിധ പ്രേരണയും പിന്തുണയും അക്കാര്യം തുറന്നു സമ്മതിക്കുവാൻ തയ്യാറുമാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഭർത്താവിൻ്റെ ഒരു പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും. ഹസ്ബൻഡ് എന്നൊരു വ്യക്തിയാണ് എനിക്കിതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് അപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ് ആവുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ളതും. പിന്നെ അതുമല്ല, ഹസ്ബൻഡിൻ്റെ ഒരു പിന്തുണ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ.
ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് അല്പം ഒരു കുടുംബത്തിന് മാന്യമായി ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു തൊഴിലാണത്. അത് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, ഞാൻ ഉദ്ദേശിച്ച വരുമാനം തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു കുടുംബിനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഫർട്ട് എടുക്കണം, അത് എങ്കിലേ തീർച്ചയായിട്ടും അത് നമുക്കുള്ളൊരു വരും. പിന്നെ നമുക്ക് ഇതിനോട് ഇഷ്ടം വേണം, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഏത് ജോലി ചെയ്തിട്ടും നമ്മൾ കാര്യമുള്ളൂ. നീതൂരിപ്പോൾ ഒരു ഇവിടുത്തെ ഈ പ്രദേശത്തെ വീട്ടമ്മമാർക്കിടയിൽ ഒരു വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയാണ് അതുണ്ടായത്? അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഈ ഇത്രയും ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇങ്ങനെ നടന്നു പോകണ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പറയും, അയ്യോ എന്നാലും നീതു നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പറയാം, ഇപ്പോൾ ചില ദിവസമൊക്കെ നമുക്ക് ജോലിക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും ഇതിനകത്ത് നേരിടുന്നത്. അപ്പോൾ കാര്യം നമുക്ക് അത്യാവശ്യം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള പിന്നെ നീതൊരു പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു. അതെ, നേരത്തെ പൂതക്കുളം പഞ്ചായത്ത്. അതെ അതെ, 5ാം വാർഡ് മെമ്പറായിരുന്നു. 5ാം വാർഡ്, മൂന്നിമൂട് 5ാം വാർഡ്. അപ്പോൾ ധാരാളം ആളുകളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ പഞ്ചായത്ത് അംഗം ആ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം വീണ്ടും വലിയൊരു മാതൃകയിലേക്കാണ് ഇറങ്ങുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ്. അതെ, തീർച്ചയായും. നമ്മുടെ പൂതക്കുളം പഞ്ചായത്തിലെന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും കൃഷി ചെയ്ത് ഒത്തിരി പശുക്കളുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ ആളുകൾ ഇപ്പം 1 പശു ഉള്ളവരുണ്ട്, 2 പശു ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി എല്ലാവരും ഉപജീവന മാർഗ്ഗത്തിൽ തീരും. പിന്നെ ഫാം എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് അറിയാമല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് അല്ലെങ്കിൽ ഒരു വീട്ടമ്മ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ നൽകാൻ പര്യാപ്തമാണോ? അതാ പറഞ്ഞു ഡോക്ടർ. ഇപ്പൊ നമ്മള് ഇത് കണക്ക് ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഫാം തുടങ്ങുന്നത്. അപ്പൊ അത് അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് കൊള്ളാം, ഇത് എങ്ങനെ നമുക്ക് ഫാം നടത്തിയാൽ ഇതിനകത്ത് കാണുന്നതെല്ലാം. പക്ഷെ അത് അങ്ങനെ പ്രാക്ടിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഫാമിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി 1 മാസം വന്ന് വർക്ക് ചെയ്യണം. കാര്യം ഇത് അവരെ കൊണ്ട് ഒക്കുമെന്ന് തീർത്തും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കാര്യം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തുടങ്ങിയിട്ട് അത് മതിയാക്കി പോകരുത്. അതുകൊണ്ടാണ് ഇനി എന്താ ഒരു സ്വപ്നം എന്താ? ഇനി സ്വപ്നം, ഇനി മോളിപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഇനിയിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിനോട്ട് അഡ്മിഷനൊക്കെ ആയിരിക്കുന്നു. പിന്നെ കൊച്ചുങ്ങളുടെ ഭാവിയല്ലേ ഇനി നമുക്ക്. അതിൻ്റെ ഒരു ഭാവിയും കൂടെ കണക്കിലെടുത്ത് കൂടുതൽ ഇനി പൈക്കളുടെ എണ്ണം കൂട്ടാനില്ല, ഇത് വെച്ച് തന്നെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇതുകൊണ്ട് സുരക്ഷിതമാണ് തീർച്ചയായിട്ടും. എന്തായാലും സുരക്ഷിതമായ ജീവിതം ഒരു ഫാം കൊണ്ട് നേടിയൊരു വീട്ടമ്മ എന്ന നിലയിൽ നാളെയും അറിയപ്പെടാൻ ഭാഗ്യമുണ്ടാവട്ടെ. ഒഴിവു സമയം ഒട്ടും പാഴാക്കാനില്ല എന്ന വിളംബരമാണ് നീതു നടത്തുന്നത്. ഒപ്പം ആഴത്തിലുറച്ച ആത്മവിശ്വാസവും ആത്മസമർപ്പണവും. വലിയ വിജയങ്ങൾക്കുള്ള സൂചിക ഇതുതന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു നീതു. നേരാം ഭാവം.